നമ്മോട് സംസാരിക്കുന്നു. ഞാൻ സന്തോഷ്, ഇതെൻ്റെ വൈഫ് ഷീജ. ഞങ്ങൾ കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷം കഴിഞ്ഞു. ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തെങ്കിലും ശരിയായില്ല. അങ്ങനെ ചാനലിലൂടെ ഡോക്ടർ സാമിനെ കുറിച്ച് അറിയുകയും ഞങ്ങൾ അവിടെ ട്രീറ്റ്മെൻറ്റിനായി എത്തുകയും ചെയ്തു. അതിനുശേഷം ഏപ്രിൽ 22-ാം തീയതി ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു. ഡോക്ടറോടും കുടുംബത്തോടും ശോഭ സിസ്റ്ററോടും അവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 9.5 വർഷമായി. കഴിഞ്ഞ 2008 സെപ്റ്റംബർ മാസമാണ് ഞങ്ങൾ ഡോക്ടർ സാമിൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്നത്. എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ടാണ് ഡോക്ടർ സാമിൻ്റെ അഡ്രസ്സ് തന്നത്. ഞങ്ങൾ ബാംഗ്ലൂർ ജോലി ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ മാസം വരാൻ സാധിക്കാഞ്ഞുകൊണ്ട് ഡോക്ടറിന് ഇമെയിൽ വഴി ഞങ്ങൾക്ക് മരുന്ന് നിർദ്ദേശിക്കുകയും ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായി ഡോക്ടർ സാമിൻ്റെ അവിടെ ചികിത്സയിലായിരുന്നു. 2011 മാസം ഡോക്ടർ സാം ഞങ്ങളോട് പറഞ്ഞു ഇപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ചികിത്സ ചെയ്യാമെന്ന്. അങ്ങനെയാണ് 2011 ഏപ്രിൽ 2 കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുകയും നവംബർ 2011 ലാസ്റ്റ് വീക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. ഒരു മകനും ഒരു മകളും ആരോഗ്യമായിട്ട് സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഡോക്ടർ സാമിനെ അവിടെ ഒരു കാര്യം കണ്ട്, അവിടെ പേഷ്യൻസും അവിടുത്തെ സ്റ്റാഫും ഡോക്ടറും എല്ലാവരും കുടുംബം പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇനിയും എത്ര വർഷം കഴിഞ്ഞാലും ഞങ്ങൾ അവരെയും മറക്കത്തില്ല. അങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് അവിടെ കണ്ടത്. അവിടെ വരുന്ന 2 കാര്യം മാത്രം ശ്രദ്ധിക്കണം. ഒന്ന്, ക്ഷമ വേണം. ആ ഡോക്ടറെ കാണുമ്പോൾ അവിടെ ഇരിക്കുമ്പോഴൊക്കെ. 2, ഡോക്ടർ പറയുന്ന പോലെ ചെയ്താൽ 100% സക്സസ് കിട്ടും. ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇപ്പം സക്സസ് കിട്ടിയത്. അതുപോലെ ഡോക്ടറെയും അതുപോലെ കുടുംബത്തെയും അവിടുത്തെ എല്ലാ സ്റ്റാഫിനെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. First of all, we thank you, Jesus, for gifting us a child. Also, Dr. Sam Abraham for doing his best to get us a child. ഞങ്ങൾ 8.5 വർഷമായി വിവാഹം കഴിച്ചിട്ട് ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടായില്ല. കുട്ടികൾ എനിക്കാത്ത വർഷത്തിൽ ഞങ്ങൾ ടി വിയിൽ കണ്ടതിന് ശേഷം ഡോക്ടർ സാമിൻ്റെ ഹോസ്പിറ്റലിൽ വരികയും ഡോക്ടർ സാം ഞങ്ങൾക്ക് ഉറപ്പ് തരികയും ചെയ്തതിന് ശേഷം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് 1 വർഷം കണ്ടിന്യൂ ചെയ്തു. ഡോക്ടർ സാം സാമ്പത്തികമായി ഞങ്ങൾ വളരെ സഹായിച്ചു. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചത്. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഡോക്ടർ സാമിനെ ഞങ്ങൾ വളരെ കടപ്പെട്ടവരാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 17-ാമത്തെ വർഷമാണ് ഇപ്പോൾ കുഞ്ഞ് ജനിച്ചത്. 16-ാമത്തെ വർഷം ഞങ്ങൾ ടി വി വഴിയാണ് ഡോക്ടർ സാമിനെക്കുറിച്ചും സാമിൻ്റെ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങളിവിടെ വരികയും സാം സാറിനെ കാണുകയും ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനമാണ് സാർ തന്നത്. ഞങ്ങളുടെ ചികിത്സ തുടങ്ങി 6-ാമത്തെ മാസം എൻ്റെ ഭാര്യ ഗർഭിണിയാവുകയും ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞ് പിറക്കുകയും ചെയ്തു. സാമ്പത്തികമായി സാം സാർ ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സാം സാറിനും ഈ സ്ഥാപനത്തിനും ഇവിടുത്തെ സ്റ്റാഫിനും എല്ലാവർക്കും ഞങ്ങളുടെ വിലയേറിയ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. സാം സാറിനും കുടുംബങ്ങൾക്കും ഈ സ്ഥാപനത്തിനും എന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സർവശക്തൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പറയുകയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 14 വർഷമായി പല ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയിരുന്നു. ഫലമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെയാണ് ടി വി ചാനലിൽ കൂടി സാം ഡോക്ടറെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരി സാം ഡോക്ടറെ വന്ന് കണ്ടു. ഫസ്റ്റ് വിസിറ്റിൽ തന്നെ ഡോക്ടർ ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ പറയുന്നത് പോലെ ചികിത്സിച്ചു. 1.5 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു. അതിന് ഡോക്ടർക്കും ഡോക്ടറുടെ കുടുംബത്തിനും അവിടെയുള്ള എല്ലാ സ്റ്റാഫിനും പ്രത്യേകിച്ച് ശോഭ സിസ്റ്റർക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പിന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുണ്ടെങ്കിൽ എത്രയും വേഗം സാം ഡോക്ടറെ വന്ന് കാണണമെന്ന് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നു. ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചികിത്സിക്കാൻ തുടങ്ങിയത്. പല സ്ഥലങ്ങളിലും ചികിത്സിക്കാൻ പോയി, ഇല്ല. ഇവിടെ ഞങ്ങളൊരു സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടെ ചികിത്സിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി. അതിനിടയ്ക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഡോക്ടർ ചെയ്തു തന്നു. ഒരുപാട് കാശൊക്കെ ഞങ്ങൾക്ക് കുറച്ച് തന്നു. മാർച്ച് 10-നാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ പേര് ദിയ എന്നാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത്. ഇവിടുത്തെ ഡോക്ടർ സ്റ്റാഫ് ഞങ്ങളോട് നല്ല സഹകരണത്തിലാണ് പെരുമാറിയത്. ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായ ഡോക്ടറിനോട് സ്റ്റാഫിനോടെല്ലാം ഞങ്ങൾ വളരെ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു.
ഡോക്ടർ സാമിൻ്റെ പ്രോഗ്രാം കാണാനിടയാകുകയും നാട്ടിൽ ലീവിന് വന്നപ്പോൾ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു. തൽഫലമായിട്ട് ഒരു പ്രാവശ്യം കൺസീവായി. പക്ഷേ നിർഭാഗ്യവശാൽ അത് അബോർഷനായി ലിബിയയിൽ വെച്ച് അബോർഷനായി പോയി. അതിനുശേഷം 2010 ജൂലൈയിൽ വീണ്ടും കൺസീവ് ആകുകയും ഇപ്പോൾ ഞങ്ങൾ ഡോക്ടറുമായി കോൺടാക്ട് ചെയ്യുകയും പിന്നീട് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചു. അത് ഡോക്ടർ സാമിനോടും ആ സ്ഥാപനത്തിലെ എല്ലാ സ്റ്റാഫിനോടും ദൈവത്തോടും പ്രത്യേകം ഞങ്ങൾ നന്ദി പറഞ്ഞുകൊള്ളുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി കുട്ടികളുണ്ടായിരുന്നില്ല. അങ്ങനെ ടി വിയിൽ നിന്ന് സാം ഡോക്ടറിനെ കുറിച്ച് അറിയാനായി ഇടയായി. പിന്നെ സാം ഡോക്ടർ എടുത്ത് വരികയും 1.5 വർഷക്കാലത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഞങ്ങൾക്കൊരു ആൺകുഞ്ഞ് പിറന്നു. അതിന് ഡോക്ടറോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളോടും ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഡോക്ടറെ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സാം ഡോക്ടറുടെ ആശുപത്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ വരുന്ന എല്ലാ ടെസ്റ്റുകളും നടത്തുന്ന ഡോക്ടർ നേരിട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല റിസൾട്ടും ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. ടി വി പ്രോഗ്രാമിലൂടെ സാം ഡോക്ടറെ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിഞ്ഞു. അത് മുഖാന്തരം ഇവിടെ വരികയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും 2 വർഷം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ലഭിച്ചു. അതിന് ഡോക്ടറോടും അവിടുത്തെ സ്റ്റാഫിനോടും എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. 6 വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട്. ഞങ്ങൾ ദുബായിലായിരുന്നു. എനിക്ക് ജോലി ദുബായിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം സാം എബ്രഹാമിൻ്റെ ടി വി പ്രോഗ്രാം കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് ചങ്ങനാശ്ശേരി ഉണ്ടെന്നും അവിടേക്ക് വരാൻ ഞങ്ങൾ ഡോക്ടറെ കോൺടാക്ട് ചെയ്യുകയും അങ്ങനെ ഡോക്ടറെ കാണാൻ ഇടവരുകയും ചെയ്തു. അങ്ങനെ വന്നതിന് ശേഷം 1 വർഷത്തോളം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതിനുശേഷം ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിന് ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ സ്റ്റാഫിൻ്റെയും ഡോക്ടർ സാം എബ്രഹാമിൻ്റെയും സഹപ്രവർത്തകരുടെയും വളരെയധികം ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അതിനാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഡോക്ടർ സാം എബ്രഹാമിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടും അതിൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സിനും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷത്തോളാകുന്നു. കുട്ടികൾ ഉണ്ടായിട്ട് ഒരുപാട് ഞങ്ങൾക്ക് കാത്തിരിക്കാനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർ സാമിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ വിദഗ്ധമായ ഉപദേശങ്ങളും ചികിത്സകളും കൊണ്ട് ഞങ്ങൾക്ക് ഒരു കുട്ടിയുണ്ടായി. കഴിഞ്ഞ 6-ാം തീയതി ഞങ്ങളുടെ കുട്ടി ജനിച്ചു. വളരെ സന്തോഷമായിട്ട് ഞങ്ങളിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ സന്തോഷം വളരെയധികം ഉള്ളത് ദൈവത്തോടും ഡോക്ടറോടും ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനോടും എല്ലാം ഞങ്ങൾ ദൈവത്തിൽ അറിയിക്കുകയാണ്. വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നപ്പം വളരെയേറെ ദുഃഖമുണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിന് ശേഷം വിവാഹം കഴിച്ചവർക്കും കുട്ടികളുണ്ടായി കണ്ടപ്പം വളരെ വിഷമം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ 2 പേർക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മരുന്നിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് കാരണം മറ്റു ഹോസ്പിറ്റലിലൊന്നും പോകാൻ തയ്യാറാകാതിരിക്കുകയായിരുന്നു. അന്നേരമാണ് സാം ഡോക്ടറുടെ ഹോസ്പിറ്റലിനെ പറ്റി അറിഞ്ഞത്. ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ ഡോക്ടറുടെ സമീപന രീതി കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിശ്വാസവും അടുത്ത ബന്ധുക്കളെ കാണുന്നത് പോലെയാണ് ഡോക്ടർ പേഷ്യൻസിനോട് ഇടപെടുന്നത്. അങ്ങനെയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങേയറ്റം വിശ്വാസവും സ്നേഹവും ആ ഡോക്ടറോടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ അവധിക്കും പറയുന്ന ദിവസങ്ങളിലെല്ലാം കൃത്യമായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് 3 മാസം ആയപ്പോൾ തന്നെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടി. പിന്നെ ഡോക്ടർ ഏത് ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പോകുന്നതെന്നും എന്ത് മരുന്നാണ് തരുന്നതെന്നും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങളുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഡോക്ടർ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തരുന്നത്. അത് കാരണം ഞങ്ങൾക്ക് ഒരു സംശയവും മരുന്നിനെ പറ്റിയോ ഡോക്ടറെ പറ്റിയോ തോന്നിയിട്ടുമില്ല. ആ വിശ്വാസം കൊണ്ടാണ്, ഡോക്ടറിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള വിശ്വാസവും കൊണ്ട് 3 മാസം ആയപ്പോൾ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടി. ഇപ്പോൾ ഒരു ആൺകുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറോട് അങ്ങേയറ്റം സ്നേഹവും ഈ ബന്ധം എന്നും മരണം വരെ നിലനിൽക്കുന്നതുമായിരിക്കും.